ഈ കാണുന്ന പ്രവിശാലമായ സദസ്സിൽ പോലും എത്രയോ വിശുദ്ധാത്മാക്കൾ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അവരോട് സഹായം ചോദിച്ച് അവരോട് ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ശുപാർശ ചെയ്യും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അപ്പോൾ മഹാന്മാർ ഈ പറഞ്ഞ രീതിയിൽ അള്ളാഹിനോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞൊക്കെ സെറ്റിൽമെൻ്റ് ആക്കി തരും എന്നാണ് വിശ്വസിക്കുന്നത് എന്ന് ഇമാം റാസി പറയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യം. അപ്പോൾ ഇന്നത്തെ കാലത്ത് നടക്കേണ്ട സംഗതി കണ്ട റാസി ഇമാം എന്താ പറയുക? ഇന്ന് മുദബ്ബിറുൽ ആലമി വരെ ആയി. അള്ളാഹ്ക്കൊരു പണിയില്ല. ലോകം മുഴുവൻ നിയന്ത്രിക്കാൻ ഇവിടെ മുദീഷേക്കുണ്ട്, അല്ലെങ്കിൽ സി എം അടവൂരുണ്ട്. അതാണ് അവസ്ഥ. ഇപ്പോൾ സൂറത്തുൽ ഇസ്രായിൽ ജൂതന്മാരുടെ ആ ചോദ്യം എടുത്തു കൊടുക്കുന്നുണ്ട്. വയസ്അലൂനക അനിർ റൂഹ്. അതെ നബിയെ, നിങ്ങളോട് റൂഹിനെ കുറിച്ച്, ആത്മാവിനെ കുറിച്ച് അവർ ചോദിക്കുന്നു. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, അത് തൻ്റെ റബ്ബിൻ്റെ അടുക്കലുള്ള കാര്യമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനോട് മറുപടി പറയാണ്. വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല, കുറച്ച് അറിവ് മാത്രമേ നബിയെ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. പരിശുദ്ധാത്മാക്കൾ ഹാജരായി എന്നാണ്, സമ്മേളനത്തിൽ ഹാജരായി എന്നാണ് അമ്പലക്കടവ് ഫൈസി പറഞ്ഞിട്ടുള്ളത്. ഒരു ക്ലിപ്പ് കണ്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. മഹാത്മാക്കൾ മരിച്ചുപോയവരാണെന്ന് സത്യമാണ്. മരിച്ചുപോയവർ എന്നല്ല അവരെ കുറിച്ച് പറയുന്നത് കിതാബുകളിൽ അൽ അർവാഹുൽ മുഖദ്ദസ, വിശുദ്ധാത്മാക്കൾ എന്നാണ്. വിശുദ്ധാത്മാക്കൾ മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യും. അത് നിങ്ങൾ ശിർക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ വിശുദ്ധാത്മാക്കൾ ആത്മീയമായി ഇവിടെ ജീവിക്കുന്നുണ്ട്, ഭൗതിക കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സുന്നത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്ന പ്രവിശാലമായ സദസ്സിൽ പോലും എത്രയോ വിശുദ്ധാത്മാക്കൾ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അവരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു രണ്ട് വീട്ടും നമ്മുടെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധാത്മാക്കൾ ഒരു യാഥാർത്ഥ്യമാണ്. അവർ മരിച്ചുപോയി, മറഞ്ഞുപോയി എന്ന കാരണത്താൽ അവരിൽ നിന്ന് ഗുണം പ്രതീക്ഷിച്ചാൽ മുശ്രിക്കാവും കാഫിറാകും എന്ന വാദം നിരർത്ഥകമാണ്. നേരത്തെ നമ്മൾ സംസാരിച്ചതിൻ്റെ ഒരു ബാക്കി തന്നെയാണ് ഇത്. കൃത്യമായിട്ടൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാക്കൾ അവരുടെ സഹായം ലഭിക്കും. അവരുടെ സമസ്തയുടെ സദസ്സുകളിലൊക്കെ ഹാജരാണ് എന്നാണ് ആ പ്രസംഗത്തിൻ്റെ ഒരു ചുരുക്കം. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വാസവും അന്ധവിശ്വാസവും ഇങ്ങനെ രണ്ട് തലങ്ങളുണ്ടല്ലോ. ഇത് നമ്മൾ വേർതിരിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്, അന്ധവിശ്വാസം നമ്മൾ എന്തിനാണ് പറയുന്നത് വെച്ചാൽ, ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ടതെന്തോ അത് വിശ്വാസം. അത് നമുക്ക് ഇനി ബുദ്ധി കൊണ്ട് യോജിച്ചാലും ഇല്ലെങ്കിലും, നമ്മുടെ അനുഭവത്തിൽ വന്നാലും ഇല്ലെങ്കിലും, നമ്മൾ കണ്ടാലും ഇല്ലെങ്കിലും, അതിന് സയൻസ് കൊണ്ട് ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ടൊരു കാര്യം അത് വിശ്വാസമാണ്. അത് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുകയും ചെയ്യണം. അത് ഖുർആൻ സുന്നത്ത് പഠിപ്പിച്ചൊരു കാര്യമാണ്. എന്നാൽ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ കൊണ്ടോ സുന്നത്ത് കൊണ്ടോ സ്ഥിരപ്പെടാതെ അതിന് എങ്ങനെ വലിച്ചു നീട്ടി അത് വ്യാഖ്യാനിച്ചൊപ്പിച്ച് അത് വരിഞ്ഞ് കെട്ടിയൊക്കെ പറഞ്ഞു നോക്കിയാലും അത് അന്ധവിശ്വാസം തന്നെയാണ്, അതിന് സംശയമില്ല. അതുപോലത്തെ ഒരു വാചകമാണിത്. കാരണം റൂഹിനെ കുറിച്ചാണ് അദ്ദേഹം പറയണത്, ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ആത്മാവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി ചോദിക്കുമ്പോൾ പ്രവാചകൻക്ക് പോലും കുറഞ്ഞ അറിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ സൂറത്തുൽ ഇസ്രായിൽ ജൂതന്മാരുടെ ആ ചോദ്യം എടുത്തു കൊടുക്കുന്നുണ്ട്. വയസ്അലൂനക അനിർ റൂഹ്. നബിയെ, നിങ്ങളോട് റൂഹിനെ കുറിച്ച്, ആത്മാവിനെ കുറിച്ച് അവർ ചോദിക്കുന്നു. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, അത് തൻ്റെ റബ്ബിൻ്റെ അടുക്കലുള്ള കാര്യമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനോട് മറുപടി പറയാണ്. വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല, കുറച്ച് അറിവ് മാത്രമേ നബിയെ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു കാര്യമാണ്. പക്ഷേ ഇവരെ കണ്ടിൽ എങ്ങനെ വെച്ചാൽ എത്ര റൂഹ് വന്നു, ഇവിടെ എത്ര പരിശുദ്ധാത്മാക്കളുണ്ട്, ഇവരെ മൊത്തത്തിൽ പ്രസംഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ആത്മാക്കളുടെ സ്വഭാവം വെച്ചാൽ എവിടെയൊക്കെ ഇപ്പോൾ സംസ്ഥാന സമ്മേളനം നടക്കുന്നുണ്ട്, അവിടെ ഇങ്ങനെ പോയി ഇരിക്കുക, ഓലെ കേരള യാത്രയിലേക്കൊന്ന് പോയി സജീവമായി കൊടുക്കുക, ഇതാണെന്ന് തോന്നിപ്പോകും. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിലും ഖുർആനിലും എന്താണോ വന്നത് അത് മാത്രമാണ് ആ വിഷയത്തിൽ പറയാൻ കഴിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതൊരു ഗൈബിയായ അദൃശ്യജ്ഞാനമാണ്. അത് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ട അങ്ങനെ കുറേ അറിവുകളുണ്ട്. ഇപ്പോൾ ജിന്നിനെ കുറിച്ചുള്ള അറിവ്, മലക്കുകളെ കുറിച്ചുള്ള അറിവ്. അപ്പോൾ മലക്കുകളുടെ സഹായം ഒരു പക്ഷേ വിശ്വാസികൾ കിട്ടിയേക്കാം. അത് ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. കാരണം ബദർ നടക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ഈ തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബി അൽഫി മിനൽ മലായികത്തി മുർദിഫീൻ. ആ ബദർ ഭൂമിയിലേക്ക് മലക്കുകൾ ഇറക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിച്ചിട്ടുണ്ട്. ഈ അറിവ് നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞതുകൊണ്ട് മനസ്സിലായതാണ്, അല്ലാതെ നമ്മളത് കണ്ടതല്ല. അല്ലെങ്കിൽ ഇപ്പോൾ സ്വഹാബത്താരും കണ്ടിട്ട് പറയല്ല, അത് ഖുർആൻ കൊണ്ട് അവർക്ക് എന്ത് ചെയ്തു, അവർക്ക് മനസ്സിലായി. അതേപോലെ തന്നെ ജിന്നുകൾ എന്ത് ചെയ്യും, ചിലപ്പോൾ സാഹിറുകളെ സഹായിക്കും. സിഹിർ ചെയ്യുന്ന, മാരണം ചെയ്യുന്ന ആളുകൾ അവരെ പൂജിച്ചും അവരെ വശീകരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ എന്ത് ചെയ്യും, ജിന്ന് സഹായിക്കും. ജിന്നൊരു കോഴി കുറുകണ പോലെ കാതിലൊന്ന് കുറുകിക്കൊടുക്കും. ഇതൊക്കെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അതിന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് വിശ്വസിക്കുക എന്നുള്ളത് അത് അന്ധവിശ്വാസമല്ല. സിഹിറുണ്ട്, സിഹിർ ഫലിക്കും, ശൈത്താൻ അവരെ സഹായിക്കുന്നുണ്ട്. മലക്കുകളുടെ സഹായം ഒരു പക്ഷേ വിശ്വാസികൾക്ക് ഹഫ്ളത്തിന് മലക്കുകളുണ്ട്, ഒരു പക്ഷേ കിട്ടിയേക്കാം എന്നൊക്കെ വിശ്വസിക്കുക എന്നത് അത് ഹദീസ് കൊണ്ടും ഖുർആൻ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ആത്മാക്കൾ, പരിശുദ്ധാത്മാക്കൾ എന്ന് പറയുന്ന റൂഹ് ഒരു വിശ്വാസിയെ വന്ന് സഹായിക്കും, അവരുടെ സഹായം ചോദിക്കുക എന്ന് പറയുന്നുണ്ടല്ല, അത് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമില്ല. അപ്പോൾ മലക്കുകളുടെ സഹായം കിട്ടും
ഒരുപക്ഷെ വിശ്വാസികൾ കിട്ടിയേക്കാം എന്ന് പറഞ്ഞിട്ട് പോലും ആ മലക്കുകളോട് സഹായം ചോദിക്കാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നില്ല. മലക്കുകളുടെ സഹായം ഒരുപക്ഷെ കിട്ടിയേക്കാം എന്ന് വന്നിട്ട് പോലും നബി സല്ലല്ലാഹു ഒരു ഘട്ടത്തിൽ പോലും മലക്കുകളുടെ സഹായം ചോദിക്കുകയോ മലക്കുകളോട് തേടുകയോ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ സഹായം ചോദിക്കുകയോ ഭൗതികമായ കാര്യങ്ങളിൽ പോലും സഹായം ചോദിക്കില്ല. അതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി അടച്ചു കളയുകയും അത് ശിർക്കിലേക്കുള്ള വഴിയാണ് എന്നതുകൊണ്ട് മുസ്ലിമീങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവരൊക്കെ ആത്മാക്കളുടെ പേര് പറഞ്ഞ് ആത്മാക്കൾ മരിച്ചു കഴിഞ്ഞാൽ അവർ പവർ കൂടുകയാണ് ചെയ്യുക, എന്നിട്ട് നമ്മളെ വന്ന് സഹായിക്കുകയാണ് ചെയ്യുക, എല്ലാ പ്രശ്നങ്ങളും അവർ മാറ്റിത്തരും എന്ന് പറഞ്ഞ് ശിർക്കിലേക്ക് കൊണ്ടുപോകാനുള്ള വഴിയാണ് ഇവർ സ്വീകരിക്കുന്നത്. എന്നാൽ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട വാചകങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് റൂഹുമായി ബന്ധപ്പെട്ടതെന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ പിടിച്ചു കഴിഞ്ഞാൽ, മലക്കുൽ മൗത്ത് വന്ന് പിടിച്ചു കഴിഞ്ഞാൽ മലക്കുകളുടെ കൂടെ, മറ്റ് വിശ്വാസിയുടെ റൂഹാണെങ്കിൽ മലക്കുകളുടെ കൂടെ ആകാശത്തിലേക്ക് പോകും. അപ്പോൾ അതൊരു വിശ്വാസിയുടെ റൂഹാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഒന്നാം ആകാശം കവാടം തുറക്കും, പിന്നെ 2ലേക്ക് പോകും, അങ്ങനെ 7 ആകാശം വരെ എത്തുന്നതാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, ഇവരുടെ രേഖകൾ നിങ്ങൾ ഇല്ലീനിൽ എന്ത് ചെയ്യുക, എഴുതി രേഖപ്പെടുത്തുക. കാരണം ഇത് വിശ്വാസികളുടെ ഏറ്റവും നല്ല മനുഷ്യന്മാരുടെ ആത്മാക്കളാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യും, അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അവരെ ഈ മരിച്ചു കിടക്കുന്ന ആളെ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ റൂഹിനെ തിരിച്ചു കൊടുത്ത് പിന്നെ മലക്കുകൾ അവരോട് ചോദ്യം ചോദിക്കുന്നതാണ്. എന്നാൽ കാഫിറുകളായ അവിശ്വാസികളായ ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ആകാശത്തിലേക്ക് പോകും, പക്ഷെ 1-ാം കവാടം തന്നെ അടച്ചു വെക്കും, അവർക്ക് മുകളിലേക്ക് പോകാൻ കഴിയില്ല. പിന്നെന്ത് ചെയ്യും, അത് ആ ഖബറിൽ കിടക്കുന്ന ആ വിശ്വാസിയിലേക്ക് തന്നെ തിരിച്ചു വരും. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ ചോദ്യം ചോദിക്കും. പിന്നെ ആ ഭൂമിയുടെ അടിയിലേക്ക് പോകുന്നതാണ് ഹദീസിൽ വന്നൊരു വാചകം. എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇതാണ് ഒരു ഹദീസിൽ വന്നൊരു പരാമർശം. അതേപോലെ തന്നെ വിശ്വാസികളുടെ റൂഹിനെ കുറിച്ച് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന വളരെ സ്വഹീഹ ഒരു ഹദീസിൽ കാണാം, ഇന്നമാ നസമത്തുൽ മുഅ്മിനി ത്വായിറുൻ യഅലുകു ഫീ ശജരിൽ ജന്ന. വിശ്വാസികളുടെ ആത്മാക്കൾ പിന്നെയും സ്വർഗ്ഗത്തിലേക്ക് പോകും. അവർ സ്വർഗ്ഗത്തിൻ്റെ ഉള്ള മരങ്ങളിൽ നിന്ന് അതൊരു പക്ഷിയുടെ രൂപമായി, അല്ലെങ്കിൽ പക്ഷിയിൽ അത് മാറും, പക്ഷിയുടെ രൂപമായി മാറും. എന്നിട്ട് ആ പക്ഷികൾ എന്ത് ചെയ്യും, സ്വർഗ്ഗത്തിൻ്റെ മരങ്ങളിൽ നിന്ന് ചെടികളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, അവർ ഭക്ഷിക്കും. എന്നിട്ട് ഹത്താ ഇർജിഅ ഇലാ ജസദിഹി യൗമ യുബഅസു, അത് ലോകം അവസാനിക്കുന്ന സമയത്താണ് പിന്നെ എന്ത് ചെയ്യുക, അത് തിരിച്ചു വരാമെന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടൊരു കാര്യമാണ്. എന്നാൽ ഭൂമിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു ആത്മാവിനെ കുറിച്ച് എന്ത് ചെയ്യണില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കണില്ല. അവർ സ്വർഗ്ഗത്തിലാണ്, അതിൽ തന്നെ ശുഹദാക്കളാണെങ്കിൽ നല്ല പച്ചക്കിളികളായിരിക്കും അവരുടെ ആത്മാക്കൾ ഉണ്ടാവുക എന്നൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഹദീസിൽ വന്ന കാര്യങ്ങൾ മറച്ചു വെച്ച് അതൊന്നും ലോകത്ത് പറഞ്ഞു കൊടുക്കാതെ ഈ ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ആളുകളാണ്, അതിങ്ങനെ പിന്നെ ചില പല വിശ്വാസം മറ്റു ആളുടെ ശരീരത്തിലേക്ക് കയറും, ഭൂതങ്ങളായി വരും. ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് വേറൊരു ഭാഗമാണ് എന്ത്, ഇവർ നമ്മളെ സഹായിക്കാൻ വരും, ഈ സദസ്സിലൊക്കെ ആത്മാക്കളുണ്ട്, ഇവർ മരണപ്പെട്ടു പോയ മഹാത്മാക്കളുടെ ആത്മാക്കളൊക്കെ നമ്മളെ സഹായിക്കാൻ വരിക എന്നത് തീർത്തും പ്രമാണവിരുദ്ധമായൊരു പ്രസ്താവനയാണ്. എന്ന് മാത്രമല്ല നമ്മുടെ അനുഭവങ്ങൾക്കും എതിരാണല്ലോ. കാരണം ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ഒന്നും കഴിയൂല, അതാണ് നമ്മൾ കാണുന്നത്, നമ്മുടെ അനുഭവം അതാണ്. അല്ല സ്വമേധയാ ആ മയ്യത്ത് എണീറ്റ് കുളിക്കണം നമ്മൾ ഇതിനെ കണ്ടിട്ടില്ല. ഏത് മഹാൻ മരിച്ചാലും ആ മയ്യത്ത് ആരെങ്കിലും കുളിപ്പിച്ചു കൊടുക്കണം, കഫൻ ചെയ്ത് കൊടുക്കണം, കബർ കുത്തി കൊടുക്കണം, കബറിലേക്ക് വെച്ച് കൊടുക്കണം എന്നല്ല. ആ മരണപ്പെട്ട മനുഷ്യൻ്റെ സ്വത്തുക്കൾ വീതം വെക്കുന്നു, അവരുടെ ഭാര്യമാർ ഇദ്ദ കഴിഞ്ഞാൽ അടുത്ത വിവാഹങ്ങൾ അന്വേഷിക്കുന്നു, വിവാഹം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ മരണവും ജീവിതവും ഒരുപോലെയാണ് എന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മഹാന്മാർ മരിച്ചാൽ പോലും സ്വത്തുക്കൾ വീതം വെക്കുന്നുണ്ട്, അവിടെ ഭാര്യമാർ വേറെ ആൾ വിവാഹം കഴിക്കുന്നുണ്ട്. അതൊന്നും ഒരർത്ഥത്തിൽ ഒരുപോലെയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ നിലക്കുള്ള പ്രസ്താവന എന്ന് വെച്ചാൽ അത് മെല്ലെ മെല്ലെ അന്ധവിശ്വാസങ്ങൾ കയർത്തി കൂട്ടി അതിലേക്ക് ശിർക്കിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്രസ്താവന. ഈ സദസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്, ഇതിൽ കുറേ ആത്മാക്കൾ വന്നിരിക്കുന്നുണ്ട്, ഇത് വലിയ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ തോന്നിപ്പിക്കാനുള്ള ഒരു പ്രസ്താവനയാണ്. അത് പ്രമാണവിരുദ്ധമാണ്, അത് ഇസ്ലാമിനോട് യോജിക്കാത്തൊരു കാര്യമാണ് എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയും. പഴയകാല യക്ഷിക്കഥകളെ പോലെ പിന്നെ ഇസ്ലാമിക ഇതിലും കുറേ കഥകൾ കൂട്ടിച്ചേർത്ത് അതിശയോക്തി ഉണ്ടാക്കി ജനങ്ങളെ അവരുടെ ഒരു വാണിജ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതൊക്കെ അവർക്കറിയാം. ഷുറൈ സർഫി, സത്യത്തിൽ എന്തിനാണ് ഇവരിങ്ങനെ പ്രചരിപ്പിക്കുന്നത്? അതിന് ഒറ്റ മറുപടിയേ ഉള്ളൂ, ജനങ്ങളുടെ സമ്പത്ത് കീശിലാക്കാനുള്ള, അഥവാ ജനങ്ങളെ കുഫറിലേക്കും ഷിർക്കിലേക്കും കൊണ്ടുപോയി ജനങ്ങളുടെ സമ്പത്ത് കൈക്കലാക്കാനുള്ള ഇതാണ് ജാറ വ്യവസായങ്ങളും അതേപോലെ തന്നെ നേർച്ചകൾ, പൂരങ്ങൾ, അതിലേക്കുള്ള ഓരോരോ പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ചേരുവകളാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അഥവാ ഞങ്ങളെ സദസ്സ് ഞങ്ങളായിട്ട് നിന്നുണ്ടെങ്കിൽ മഹാന്മാരുടെ ഒരു കടാക്ഷം ഉണ്ടാവും, ഓരോ ബർക്കത്ത് കിട്ടും. അങ്ങനെ പറഞ്ഞാൽ ആ മഹാന്മാരുടെ ഖബറുകൾ അത് കെട്ടിപ്പൊന്തിച്ച് അവിടെ ഉണ്ടാക്കി. വിശുദ്ധൂറാൻ പറഞ്ഞല്ലോ, ഇന്ന കസീറമിൻ ലഹബാരി വർ റഹ്ബാനി ലയക്കുലൂൻ അംബാലന്നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂൻ സബീലില്ല. പണ്ഡിത പുരോഹിതന്മാരിൽ ഒരുപാട് ആളുകൾ ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുന്നു എന്ന് മാത്രം പറഞ്ഞിട്ട് ഖുർആൻ നിർത്തിയിട്ടില്ല, അള്ളാഹു നിർത്തിയിട്ടില്ല. വയസുദ്ദൂൻ സബീലില്ല. സമ്പത്ത് തിന്നാണെങ്കിൽ പോട്ടെ, ദുനിയാവിൽ കുറച്ച് സമ്പത്ത് സാധുക്കൾക്ക് നഷ്ടപ്പെടുന്നുള്ളൂ. പക്ഷേ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നു, പരലോകം നഷ്ടപ്പെടുത്തണം. അപ്പോൾ ജനങ്ങളുടെ ഈമാനും അതേപോലെ തന്നെ ജനങ്ങളുടെ സമ്പത്തും
സമ്പത്ത് പോകുന്നതിനേക്കാൾ വളരെ ഗൗരവമാണ് ജനങ്ങളുടെ ഈമാൻ ഇല്ലാതായി പോകുന്നത്. കാരണം തീരാത്തറ്റം കാണാത്ത പരലോകത്ത് ജനങ്ങൾ നാശത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇപ്പോൾ ഈ അമ്പിയ ഔലിയാക്കന്മാർക്കും അതേപോലെ തന്നെ ബദരീങ്ങൾക്കും ഉഹദീങ്ങൾക്കൊക്കെ പണി എന്താണെന്ന് വെച്ചാൽ അവർക്ക് ബർസഖ് എടുക്കാൻ നേരമില്ല. ഈ സമസ്തക്കാരുടെ പ്രോഗ്രാമുകളിൽ വരണം, അതേപോലെ തന്നെ ഓരോ റോഡ് ഷോയിൽ പങ്കെടുക്കണം. അപ്പോൾ കാസിമി വിളിക്കുന്നിടത്തേക്ക് വരണം. ഇപ്പോൾ കാസിമി വിളിച്ച് ജർമ്മനിയിൽ നബി വന്നത്, അവിടെ ഓപ്പറേഷൻ എടുത്ത് നബി പോണത്, അപ്പോൾ അനസ്തേഷ്യ എടുക്കാൻ വരണം. അതേപോലെ തന്നെ പിന്നെ അവരുടെ പ്രോഗ്രാമുകൾ കുത്തറാബത്തീബ് നടത്തുന്ന സമയത്ത് മുദീഷയ്ക്ക് അവിടെ വരണം. അവരുടെ മുഷാവറയിൽ അടക്കം പങ്കെടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ പിന്നെ നമ്മുടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അമ്പിയ ഔലിയാക്കന്മാർക്ക് പണി എന്നാണ് സാധാരണക്കാരായ ആൾക്ക് തോന്നുക. സത്യത്തിൽ നോക്കൂ നിങ്ങൾ, ഇതിന് എന്ത് തെളിവാണ്? ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു സംഭവ ബഹുലമായ സംഗതിയാണ് ഫതഹു മക്ക. അതേപോലെ തന്നെ അറഫ, നബി ഒരു ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. അറഫ പ്രശ്നം ലക്ഷക്കണക്കിന് സഹാബികൾ. നബി പറയാണ് നമുക്ക് വേണ്ടിയിട്ട് ദീനിന് വേണ്ടിയിട്ട് വഫാത്തായിപ്പോയ ഷഹീദന്മാരായിട്ടുള്ള ബദരീങ്ങൾ ഉഹദീങ്ങൾ എത്ര ആൾക്കാർ ഒരൊക്കെ ഇവിടെ ഉണ്ട്. എവിടെയെങ്കിലും അവരുടെ ഏതെങ്കിലും ഇങ്ങനെ ഒരു വലിയ മുനാസബത്തിൽ വലിയൊരു ഒരു സാഹചര്യത്തിൽ ഒരു പ്രോഗ്രാമിൽ, കാരണം അവരുടെ കൂടെ അവരുടെ എല്ലാമായ അവരുടെ ജ്യേഷ്ഠന്മാരും അനിയന്മാരും മാതാക്കളും പിതാക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഈ ദീനിനും വേണ്ടി അവരുടെ കൂടെ പിന്നെ അള്ളാൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്ത ആൾക്കാരാണ് ബദരീങ്ങളും ഉഹദീങ്ങളൊക്കെ. അവരൊക്കെ നമ്മളെ കാണുന്നുണ്ട്, അവരൊക്കെ അവിടെ ഉണ്ട്, അവിടെ ഹംസ ഉണ്ട്, ഇവിടെ ഇന്ന ആളുണ്ട്, ഇവിടെ ഇന്ന ആളുണ്ട് എന്ന് എവിടെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? അതേപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇവരൊക്കെ വരുന്നു, സംസാരിക്കുന്നു, പറയുന്നു, തീർത്തു കൊടുക്കുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി അവിടെ കിടക്കുകയാണ്. ആ സമയത്താണ് അടുത്ത ഭരണാധികാരി ആരാണ് ആവേണ്ടത് എന്നുള്ളതിന് അവിടെ ചർച്ച വരുന്നത്. ഇന്ന് റസൂലുള്ളാഹിക്ക് പറയാലോ അബൂബക്കർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ ശേഷം ഉമർ ആയിക്കോട്ടെ. ഇങ്ങനെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഉമർ റളിയല്ലാഹുവിൻ്റെ പേര് പറയുക. ഒരുപാട് പ്രശ്നങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഉണ്ടായി. റസൂലുള്ളാഹിൻ്റെ ഖബർ മദീനത്തെ പള്ളിക്ക് ചാരത്ത് നമ്മുടെ ഉമ്മ ആയിഷബീൻ്റെ വീട്ടിലുണ്ട്. ഏതെങ്കിലും ഒരു സഹാബി റസൂലേ പിന്നെ നിങ്ങൾ നമ്മുടെ അടുത്തേക്ക് ഇഞ്ഞി വരുമ്പോൾ ഇതെന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ തീർത്തും അന്ധമായ പൊള്ളയായ വിശ്വാസങ്ങൾ ഇവിടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം. എന്ന് മാത്രമല്ല, ഈ മറിഞ്ഞ ആൾക്കാർ വരുന്നു, നമുക്ക് ബർക്കത്ത് തരുന്നു, നമ്മുടെ പ്രയാസങ്ങൾ നീക്കുന്നു, ഇതൊക്കെ പറഞ്ഞ് ജനങ്ങളെ കുപ്പിയിലാക്കി അള്ളാഹുവിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുന്നതിന് പകരം ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഈ മഹാന്മാരിലേക്കും പിന്നെ ഷിർക്കിലേക്കും കുഫറിലേക്കും അതുവഴി നരകത്തിലേക്കും കൊണ്ടുപോവുകയാണ്. യഥാർത്ഥത്തിൽ ഇവർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ, ഇപ്പോൾ അല്ലാമത്തുർ റാസി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയാണ്, വയ അബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർഹും വലാ യൻഫഉഹും വയഖൂലൂന ഹാഉലായി ശുഫാഉനാ ഇൻദല്ലാഹി എന്ന സൂറത്ത് യൂനുസിലെ ആയത്ത്. അള്ളാഹ്ക്ക് പുറമെ ഉപകാരോപദ്രവം ചെയ്യാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നു ഞങ്ങൾക്ക് ഇവർ ശുപാർശ നടത്തും, അള്ളാഹിൻ്റെ അടുക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യും എന്നാണ് ഇവരുടെ വിശ്വാസം എന്ന് പറഞ്ഞ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വനളീറുഹു ഫി ഹാദ സമാൻ ഇഷ്തിഗാലു കസീറു മിനൽ ഖൽഖി ബി തഅലീമി ഖുബൂരിൽ അകാബിറ. ഇതേപോലെ തന്നെ ഇത് ജൂത ക്രിസ്ത്യാനികളുടെ വിശ്വാസം എടുത്ത് പറയാണ്. വിശുദ്ധൂറം പറയുന്ന മക്ക മുശ്രിക്കുകളുടെ ജൂത ക്രിസ്ത്യാനികളുടെ വിശ്വാസമാണ്. എന്നാൽ നമ്മുടെ കൂട്ടത്തിലും ഇങ്ങനെ ചില ആളുകളുണ്ട്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ, റാസി ഇമാമിൻ്റെ കാലഘട്ടത്തിലുള്ള മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. എന്നിട്ട് അവർ വിശ്വസിക്കുന്നു അലഅതിഖാദി അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും ഫഇന്നഹും യകൂനൂന ശുഫാഅലഹും ഇൻദല്ലാഹ്. അവരുടെ ഖബറുകൾ ആദരിച്ച് ബഹുമാനിച്ച് അവരോട് സഹായം ചോദിച്ച് അവരോട് ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ശുപാർശ ചെയ്യും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അപ്പോൾ മഹാന്മാർ ഈ പറഞ്ഞ രീതിയിൽ അള്ളാഹിനോട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞൊക്കെ സെറ്റിൽമെൻ്റ് ആക്കി തരും എന്നാണ് വിശ്വസിക്കുന്നത് എന്ന് ഇമാം റാസി പറയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് നടക്കേണ്ട കാര്യം. അപ്പോൾ ഇന്നത്തെ കാലത്ത് നടക്കേണ്ട സംഗതി കണ്ട റാസി ഇമാം എന്താ പറയുക? ഇന്ന് മുദബ്ബിറുൽ ആലമി വരെ ആയി. അള്ളാഹ്ക്കൊരു പണിയില്ല, ലോകം മുഴുവൻ നിയന്ത്രിക്കാൻ ഇവിടെ മുദീഷേക്കുണ്ട്, അല്ലെങ്കിൽ സി എം അടവൂരുണ്ട്. അതാണ് അവസ്ഥ. അതേപോലെ തന്നെ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഇൻ തദഊം ലാ യസ്മഉ ദുആഅക്കും വലൗ സമീഉ മസ്തജാബു ലക്കും വയൗമിൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. നിങ്ങൾ വിളിക്കുന്നത്, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. കേട്ടാൽ തന്നെ നമുക്ക് സങ്കല്പിക്കുക, കേട്ടൊന്ന് സങ്കല്പിക്കുക, എന്നാൽ തന്നെ ഉത്തരം ചെയ്യുന്ന പ്രശ്നമില്ല. ഖിയാമത്ത് നാളിൽ അവരത് നിഷേധിക്കുകയും ചെയ്യും എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി ഇവർ അംഗീകരിക്കുന്ന പണ്ഡിതനാണ്, അഹ്ലുസുന്നയുടെ പണ്ഡിതനാണ്, അഹ്ലുസുന്നയുടെ തഫ്സീറാണ്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയും ഇൻ തസ്തഗീസു ബിഹിം ഫിന്നവായിബി ലാ യസ്മഉ ദുആഅക്കും. നിങ്ങൾക്ക് ഏറെ ആപത്ത് മുസീബത്തുകൾ ഉണ്ടാകുന്ന സമയത്ത്, ഒരുത കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഈ മഹാന്മാരെ വിളിച്ചാൽ അവർ കേൾക്കൂല. അതിൻ്റെ ശേഷം പറയുന്നുണ്ട് മക്ക മുശ്രിക്കുകൾ കല്ലുകളെ വിഗ്രഹങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത് അവർ അചേതന വസ്തുക്കളാണ് എന്നൊക്കെ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി പറഞ്ഞതിൻ്റെ ശേഷം അദ്ദേഹം പറയാണ് സുമ്മ യജൂസു അൻ യർജിഅ ഹാദാ ഇലൽ മഅബൂദീന മിമ്മാ യഖൽ കൽ മലായികതി വൽ ജിന്നു വൽ അംബിയാഇ വശയാത്തീൻ.
ഈ ആയത്ത് നമ്മൾ പറയുമ്പോൾ സാധാരണ സമസ്തക്കാർ പറയും അതൊക്കെ മക്കാ മുശ്രിക്കുകൾ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന വിഗ്രഹങ്ങളും കല്ലും മണ്ണോ ജമാഅത്തുകളാണ് എന്ന് പറഞ്ഞു ഒഴിയാൻ പറ്റില്ല. ഈ ആയത്ത് മഹാന്മാരായ ആളുകളെ, മലായിക്കത്തുകളെയും ജിന്നുകളെയും അമ്പിയാക്കന്മാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ശൈത്താന്മാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്കും ബാധകമാണ്. അവർ കേൾക്കാത്തവരല്ലല്ലോ. അതേപോലെ തന്നെ ഇപ്പോൾ ഇവരെ വാശി പറഞ്ഞാൽ അവർ കേൾക്കുന്നു, അറിയുന്നു, കാണുന്നു, എല്ലാം ചെയ്തു കൊടുക്കുന്നു. മനുഷ്യന്മാരാണ്, കല്ലുകളല്ല, മണ്ണുകളല്ല, വിഗ്രഹങ്ങളല്ല. അപ്പോൾ ഇവരുടെ വാദം ഒരു തലക്കും വിശുദ്ധ ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തഫ്സീർ കൊണ്ടോ പ്രമാണങ്ങൾ കൊണ്ടോ തെളിയിക്കാൻ പറ്റാത്ത വാദമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരെ തൗഹീദ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ശരിക്കും പറയാൻ എന്തിനാണ് ഇവരിത് പറയുന്നത് നിങ്ങൾ ചോദിച്ചത്? പറയുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ദുനിയാവ് ഉണ്ടാക്കാൻ വേണ്ടി, അത്രത്തിനുള്ളൂ. ജനങ്ങളെ ഷിർക്കിലും അന്ധവിശ്വാസത്തിലും തള്ളിവിട്ടാൽ മാത്രമേ ചൂഷണം ചെയ്യാൻ പറ്റുള്ളൂ. ദീനിൽ ചൂഷണമില്ല. അതാണ് അതിൻ്റെ ഉത്തരം.